ദൈവം നമ്മൾ വാഴ്ത്തോളം പറയട്ടെ. വീണ്ടും ഒരിക്കലൂടെ ദൈവത്തിൻ്റെയിരിക്കാൻ ഒരു സാവകാശം ദൈവം തന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സാത്താൻ്റെ വിവിധ നാമങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. തിരുവനന്തപുരത്തിൽ കാണുന്ന ഈ പേരുകളെല്ലാം സാത്താൻ്റെ വിവിധ സ്വഭാവവിശേഷങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. സാത്താൻ എന്നുള്ളത് എതിരാളി അല്ലെങ്കിൽ വിരോധി എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ദൈവിക പദ്ധതികളെ ഏതു വിധേനയും പരാജയപ്പെടുത്തുക എന്നുള്ള അവൻ്റെ ആ സ്വഭാവത്തെയാണ് അത് കാണിക്കുന്നത് എന്നുള്ളത് കണ്ടു. നാം ഈ സ്വഭാവത്തിൻ്റെ അടിമകളായി തീരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതും നമ്മൾ ചിന്തിച്ചു. ശ്രദ്ധയോടെ ജീവിക്കേണ്ട ആവശ്യകത അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി. രണ്ടാമതായിട്ട് കണ്ടത് പിശാച് എന്നുള്ള അപവാദി എന്നുള്ള അർത്ഥത്തിലുള്ള പിശാച്, പരദൂഷകൻ. മനുഷ്യനിലും ഈ സ്വഭാവം പകർന്നു കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മെ അപവാദം പറയുന്ന, ഏത് കാര്യത്തിൽ അപവാദം പറഞ്ഞ് നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ കുറിച്ച് അവകാശം ഉന്നയിക്കുന്ന ഒരു സാത്താൻ്റെ പരിപാടിയാണ് പിശാച് എന്നുള്ള പേരുകൊണ്ട് അർത്ഥമാക്കുന്നുള്ള നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് കണ്ട അരുണോദയപുത്രനായ ശുക്രൻ താൻ വെളിച്ചം കൊണ്ടുവരുന്നതിനായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വെളിച്ചദൂതന്റെ വേഷത്തിലായിരിക്കും നമ്മളോട് ഇടപെടുക. നമ്മളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. മാത്രമല്ല, നമ്മെ ഇവിടെ ലോകത്തിന്റെ വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ്. അത് നാം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്, ഇരുളാകാതെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടു. ഭൂതങ്ങളുടെ തലവൻ എന്നുള്ള അർത്ഥത്തിൽ ബെയൽസെബൂൽ എന്നുള്ള പേര് നമ്മൾ കണ്ടു. കുലപാതകൻ എന്നുള്ള പേര് നമ്മൾ കണ്ടു. മനുഷ്യവർഗത്തെ മുഴുവനും നിത്യ മരണത്തിന് വിധേയമാക്കിയ ഈ സാത്താൻ ഒരു കൊലപാതകൻ തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഭോഷ്കിന്റെ അപ്പൻ എന്നുള്ള പേര് നമ്മൾ കണ്ടു. പിശാചിന്റെ സാമ്രാജ്യം അത് ഭോഷ്കിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതും നമ്മൾ കണ്ടു. നമ്മൾ ആ അവന്റെ ഭോഷ്കിലേക്ക് നമ്മളും എത്തിപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ കണ്ടത് മഹാസർപ്പം എന്നുള്ള പേരാണ്. ഉഗ്രവിഷമുള്ള ആ മഹാസർപ്പം നിത്യതയോളം നമ്മെ ബാധിക്കുന്ന ആ വിഷം മനുഷ്യവർഗത്തിലേക്ക് പകരുന്ന അവന്റെ സ്വഭാവത്തെയാണ് അത് കാണിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ലോകത്തിന്റെ ദൈവം എന്നുള്ള പേര് കണ്ടു. ഈ ലോകത്തിന്റെ പ്രഭു എന്നുള്ള പേര് നമ്മൾ കണ്ടു. ദുഷ്ടൻ എന്നുള്ള പേര് നമ്മൾ കണ്ടു. ഈ വിധത്തിലുള്ള പേരുകളെല്ലാം അവന്റെ സ്വഭാവത്തെ കാണിക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഈ ആഴ്ചയില് സാത്താന്റെ പ്രവർത്തന ശൈലിയാണ് അല്പമായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മാത്രമുള്ള സ്വഭാവവിശേഷങ്ങളാണ് തൻ്റെ സർവ്വവ്യാപിത്വം, തൻ്റെ സർവജ്ഞാനം, തൻ്റെ സർവശക്തി. ഈ ഈ വിശേഷങ്ങളൊന്നും സാത്താനില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. സാത്താൻ കേവലം ഒരു സൃഷ്ടി മാത്രമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. സാത്താനും അവന്റെ കൂടെയുള്ള അനുചരന്മാരും, അഥവാ തന്നോട് കൂടെ ചേർന്നിട്ടുള്ള ദൂതന്മാരും ചേർന്നാണ് തന്റെ പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മെ തെറ്റിക്കാനായിട്ട് തന്ത്രങ്ങൾ പ്രയോഗിക്കുക, നമ്മുടെ വീഴ്ചകളെ ആഘോഷിക്കുക, നമുക്കെതിരെ അപവാദം പറയുക, ഇതാണ് അവന്റെ പ്രധാനപ്പെട്ട വിനോദമായിട്ട് നമ്മൾ കാണുന്നത്.
ഞാൻ ഈ ആ, ലോക ജനസംഖ്യയെക്കുറിച്ച് ഒരു ആ, ഒരു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ലോക ജനസംഖ്യയുടെ ഏകദേശം 31.5% മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളത്. ഈ ക്രിസ്ത്യാനികളിൽ തന്നെ വളരെ നാമമാത്രമായിട്ടുള്ളവരാണ് രക്ഷിക്കപ്പെട്ട ദൈവജനം. അങ്ങനെ ആകുമ്പോൾ ഈ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ പുറകിൽ ഓരോ അശുദ്ധാത്മാവെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്, നമ്മളെ നിഴൽ പോലെ നല്ല പിന്തുടരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ നമ്മെ അപവാദം നമ്മിൽ കാണുന്ന തെറ്റുകളെ കണ്ടുപിടിക്കുന്നതിനും അപവാദം പറയുന്നതിനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും സാത്താന്റെ കൈവശം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. സാത്താന്റെ അനുചരന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എഫ് എസ് ലേഖനം 6 അധ്യായത്തില് അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. എഫ് എസ് ലേഖനം 6 അധ്യായം അതിന്റെ 12 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അവിടെ ഒരു ദുഷ്ടാത്മസേനയെക്കുറിച്ച് ദൈവാത്മാവോടെ വിവരിക്കുന്നുണ്ട്. ദുഷ്ടാത്മസേന എന്ന് പറയുമ്പോൾ വലിയൊരു പടക്കൂട്ടം തന്നെ തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 5-ാം അധ്യായത്തില് അവിടെ ലെഗ്യോൻ എന്ന പേരവിടെ പ്രയോഗിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ ഭൂതബാധിച്ച മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് നിന്റെ പേര് എന്തെന്നുള്ള കർത്താവിന്റെ ചോദ്യത്തിന് അതിന് മറുപടി പറഞ്ഞത് ലെഗ്യോൻ എന്നുള്ളതാണ്. ഞങ്ങൾ പലരാണ്, അതുകൊണ്ട് ലെഗ്യോൻ എന്നുള്ള പേരാണ് പറഞ്ഞത്. റോമ പട്ടാളത്തിലെ 3000 മുതൽ 6000 വരെയുള്ള പടക്കൂട്ടത്തിന്റെ ആ ഒരു ട്രൂപ്പിനെയാണ് ലെഗ്യോൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ വിധത്തിൽ ഒരു മനുഷ്യനിൽ തന്നെ ഇത്രയധികം പേര് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ ഏകദേശം ഒരു കണക്ക്, പരോക്ഷമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാണ് അത് കാണുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഏകദേശം ദൂതന്മാരുടെ 1/3 വരുന്ന ഒരു പടക്കൂട്ടം തന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ദൂതശാസ്ത്രം പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്, യൂദായുടെ ലേഖനത്തിൽ അതിൻ്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ മറ്റൊരു കൂട്ടത്തെ കാണാൻ സാധിക്കും. യൂദായുടെ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ പുറത്ത് സഞ്ചരിക്കാനായിട്ട് യാതൊരുവിധ അവകാശമില്ലാതെ ബന്ധനസ്ഥലായിരിക്കുന്ന അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ദൂതന്മാരെ കുറിച്ച് നമ്മളത് പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തില് അവിടെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം മാതിരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ വിധത്തില് തന്നോട് കൂടെ ഇന്ന് സ്വൈരമായിട്ട് പുറത്തുള്ള തൻ്റെ അനുചരന്മാരുണ്ട്. അവിടെ ബന്ധനത്തിലായി കിടക്കുന്ന അനുചരന്മാരെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിധത്തിൽ തന്നോട് കൂടെയുള്ള ആ അനുചരന്മാർ അല്ലെങ്കിൽ ആ കൂലിപ്പടയുടെ സഹായത്തോടു കൂടിയാണ് തൻ്റെ പ്രവൃത്തികളെല്ലാം അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുവാദമില്ലാതെ സാത്താന് നമ്മുടെ അടുത്ത് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അനുവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നമ്മുടെ വീടുകളിലേക്ക് ഒരു അപരിചിതൻ കയറി വരണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു അനുവാദം അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ നാം അവരെ ക്ഷണിച്ച് സ്വീകരിച്ചകത്തേക്ക് വരുത്തണം, അല്ലെങ്കിൽ
അധികാര സ്ഥാനത്ത് നിന്നുള്ള അധികാരം അവിടെ, ആ, ആ അവകാശം അവിടെ അവർക്ക് ലഭിച്ചിരിക്കണം. ഭരണഘടനയോ അല്ലെങ്കിൽ കോടതിയോ അവർക്ക് അതിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കയറി വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. സാത്താന്റെ പ്രവർത്തനങ്ങളും ഈ വിധത്തിലേ നടക്കുകയുള്ളൂ. കള്ളൻ കയറി വരുന്നത്, കവർച്ചയ്ക്കായിട്ട് കയറി വരുന്നത് പോലെ ഇവന് കയറി വരാനായിട്ട് സാധിക്കുകയില്ല. അതിന് കാരണമുണ്ട്. ഈ ബന്ധനസ്ഥനാക്കി കിടക്കുന്ന ആ ദൂതന്മാരുടെ കാര്യം അവർക്കറിയാം. ഈ വിധത്തിൽ നമ്മിൽ അനുവാദമില്ലാതെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അവരും ഈ വിധത്തിലായിത്തീരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വിവരം സാത്താനും അവരുടെ ദൂതന്മാർക്കും അറിയാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ സമ്മതത്തോടുകൂടെ അല്ലെങ്കിൽ നമ്മുടെ അനുവാദത്തോടുകൂടെ പ്രവേശിക്കുന്നത്. നമ്മൾ യൂദയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. യോഹന്നാൻ 13:27. ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു എന്നുള്ളതാണ് നമ്മളോട് വായിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് സാത്താനെ ആക്രമിക്കുന്ന ഒരു, യൂദയെ ആക്രമിക്കുന്ന ഒരു സാത്താൻ എന്നുള്ള വിധത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിന്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 12-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 6-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനായതുകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാക്കിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. അവിടെ യൂദയെക്കുറിച്ച് വ്യക്തമായൊരു വിവരണം ദൈവാത്മാവോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. താൻ ആദ്യമായിട്ട് സാത്താൻ അവനിലേക്ക് വന്നതല്ല, അവൻ ആദ്യം സാത്താനെ ക്ഷണിച്ച് അവനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് സാത്താൻ അവനിൽ കടക്കാനായിട്ട് ഇടയായി തീർന്നത് എന്നുള്ളത് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവൻ്റെ ജീവിതത്തിലുള്ള ആ ദ്രവ്യാഗ്രഹം, നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെയുള്ള ദ്രവ്യാഗ്രഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഇത് സാത്താൻ നമ്മിലേക്ക് കടക്കുന്നതിനുള്ളൊരു മുഖാന്തരമായിട്ട് തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് അധികാര സ്ഥാനത്ത് നിന്നുള്ള അനുമതിയോടുകൂടെ കടക്കാനായിട്ടുള്ള സാധ്യതകളാണ് നമ്മൾ നോക്കേണ്ടത്. 3 വിധത്തിൽ അത് നമ്മൾ ദൈവത്തിൽ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് കാണുന്നത്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചിലപ്പോൾ ദൈവം സാത്താൻ അനുവദിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മെ തൊടാനുള്ള അനുവദിക്കാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. ഇയ്യോബിന്റെ തൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ തനിക്ക് നേരിട്ടുള്ളതെല്ലാം ദൈവം അനുവദിച്ചിട്ടാണെന്നുള്ള നമുക്ക് കാണാൻ സാധിക്കും. ഇയ്യോബിന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇയ്യോബ് 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് സാത്താന്റെ വാക്കുകളാണ്. നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനോടതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. സാത്താന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളവിടെ കാണുന്നത്. ദൈവത്തോടുള്ള അവന്റെ സാത്താന്റെ പരാതിയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. നമുക്ക് ചുറ്റും ദൈവം വേലി കെട്ടി വെച്ചിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പത്രോസ് അപ്പോസ്തലനോട് കർത്താവ് പറയുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 22-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. സാത്താൻ അവനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ അനുവാദം കൊടുത്തില്ല എന്നുള്ളതാണ് നമ്മളവിടെ വായിക്കുന്നത്. ഈ വിധത്തിൽ നമ്മയും തൊടാനായിട്ട് സാത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവം അനുവദിക്കാത്തതുകൊണ്ട് മാത്രമാണ് നമ്മെ അവന് തൊടാൻ സാധിക്കാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവനാമത്തിനായി
ഇയ്യോബിനെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുതെന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. അവിടെ കണ്ടീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപാധികളോട് കൂടെയുള്ള ഒരു അനുവാദം അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാം വാക്യത്തില് അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തന്റെ ശരീരത്തിൽ തൊടാനുള്ള അനുവാദം കൊടുക്കുന്നതായിട്ട് നമ്മളോട് കാണുന്നുണ്ട്. ഈ വിധത്തില് ദൈവം തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പക്ഷേ നമ്മെ ഈ വിധത്തിൽ കടത്തിവിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് കാണുന്നത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയും ദൈവം സാത്താനെ അനുവദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ കാണാം. നമ്മുടെ അനുഗ്രഹത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം സാത്താനെ നമ്മെ തൊടാനായിട്ടുള്ള അനുവാദം കൊടുക്കുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളവിടെ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കാം. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ് അവിടെ വായിക്കുന്നത്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ഒരു ദൂതനെ തന്നെ. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലും ദൈവം അങ്ങനെ ഒരു അനുവാദം കൊടുത്തതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. തൻ്റെ ജീവിതത്തിൽ താൻ അവസാനം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നുള്ളത് പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് പറയിപ്പിച്ചത് ഈ സാത്താന്റെ ദൂതനെ ദൈവം ഏൽപ്പിച്ചത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവം ചിലപ്പോൾ സാത്താനെ ഏൽപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മൂന്നാമതായിട്ട് സാത്താനെ ഏൽപ്പിച്ചതായിട്ട് കാണുന്നത് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അത് മറ്റു ചില ഭാഗങ്ങളിലും കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ യഥാസ്ഥാനത്തിന് വേണ്ടിയും ദൈവം ഏൽപ്പിക്കുന്നത് സാത്താനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ അത് യഥാസമയം തിരുത്തി ജീവിക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. ഇല്ലെങ്കിൽ ദൈവം ഈ വിധത്തിൽ സാത്താനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ വിധത്തിൽ നമ്മൾ തുറന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു അനുവാദം, നമ്മൾ അനുവാദം കൊടുത്തു നമ്മുടെ അനുവാദത്തോടു കൂടി സാത്താൻ കയറി വരുന്നതിന് ഒരിക്കലും ഇടയായി തീരാതിരിക്കണം. അതുമാത്രമല്ല, നമ്മുടെ യഥാസ്ഥാനത്തിനായി സാത്താനെ ഏൽപ്പിക്കുന്ന ആ കാര്യവും നടക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം താളപ്പിഴകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പിശാചിന് ഇടം കൊടുക്കരുത് എന്നുള്ളത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിക്കാം. പിശാചിന് ഇടം കൊടുക്കരുത്. അതിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിധത്തിലാണ് പിശാചിന് ഇടം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അത് 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവാൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവാൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ
കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അത് കഴിഞ്ഞ് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് പിശാചിനെ ഇടം കൊടുക്കരുത്. നമ്മുടെ ഇടയിൽ ഭോഷ്കും കോപവും നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ പിശാചിന് ഇടം കൊടുക്കുന്നതിന് അത് ഇടയായി തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിവിടെ കണ്ടു യൂദായുടെ ജീവിതത്തിൽ താൻ ചെറിയ ആ, ഒരു അനുവാദം കൊടുത്തപ്പോൾ പിശാച് അവനെ തൻ്റെ സ്വന്തം ആ, ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ എന്നുള്ളത്. ഈ വിധത്തില് സാത്താന് നമ്മൾ ഇടം കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. സാത്താന്റെ പ്രവർത്തന മാധ്യമം ഇന്ന് മനുഷ്യരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. തനിക്ക് നേരിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിന്റെ അനുവാദം കൂടാതെ തനിക്ക് അനങ്ങാൻ പോലും സാധിക്കുകയില്ല. നമ്മൾ വായിക്കുന്നത് സാത്താൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അവൻ വിറയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഈ വിധത്തില് വിറയ്ക്കുന്ന സാത്താന് മനുഷ്യരിൽ കൂടെ അല്ലാതെ പ്രവർത്തിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. നമ്മൾ ഈ എസ്കേൽ പ്രവചനത്തിൽ 28-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ സോർ പ്രഭു എന്നുള്ള വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 13-ാം വാക്യത്തിൽ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ 10-ാം അധ്യായത്തിന്റെ തന്നെ 20-ാം വാക്യത്തിൽ വരുമ്പോൾ യവന പ്രഭു എന്ന് വായിക്കുന്നുണ്ട്. അതായത് മനുഷ്യരിൽ കൂടെ, അവിടുത്തെ രാജാക്കന്മാരിൽ കൂടെ അവിടെ പ്രവർത്തിക്കുന്ന സാത്താനെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 7-ാം അധ്യായത്തിൽ യൂദയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് നിങ്ങളിൽ ഒരുവൻ ഒരു പിശാചാകുന്നു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. പിശാചിന് വേണ്ടി ഒരു ടൂളായിട്ട് അല്ലെങ്കിൽ ഒരു ചട്ടുകമായിട്ട് വർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവിടെ സാത്താൻ എന്നുള്ള പേരിലാണ് അവിടെ വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തില് വരുമ്പോൾ അവിടെ പത്രോസ് അപ്പോസ്തലനെയും സാത്താനെ നിന്നെ വിട്ടുപോ എന്ന് പറയുന്ന ഭാഗം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. 16-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. സാത്താന് വേണ്ടി സംസാരിക്കുന്ന ഒരു നില വന്നപ്പോൾ അത് പത്രോസ് എന്ന ആ സാധാരണ മനുഷ്യനല്ല അവിടെ പറയുന്നത്. അവിടെ സാത്താനാണ് അവനിൽ കൂടെ അത് ആ വാക്കുകൾ ഉച്ചരിക്കുന്നത് എന്നുള്ളത് ദൈവാത്മാവോടെ രേഖപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഈ വിധത്തിൽ ആയിത്തീരാനായിട്ട് ഒരിക്കലും ഇടയായിത്തീരരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുതെന്ന് 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ആദ്യം വായിച്ചു. അങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന ഒരു സാത്താനെ അല്ല നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ബലമായിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്ന സാത്താനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. സാത്താൻ അതൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുക, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ആ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സാത്താന് ഒരു ആയുധമായിട്ട് നാം തീരാതിരിക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച മറ്റൊരു ഭാഗമാണ് സാത്താൻ വെളിച്ചദൂതന്റെ വേഷത്തിലാണ് വരുന്നത് എന്നുള്ളത്. സാത്താന്റെ പ്രവർത്തന ശൈലികളിൽ ഏറ്റവും അപകടകരമായ ശൈലിയാണ് ഈ വെളിച്ചദൂതന്റെ വേഷം എന്നുള്ളത്. അധികം പേരും വീണു പോകുന്ന ഒരു വേഷമാണ് അല്ലെങ്കിൽ ഒരു ശൈലിയാണ് സാത്താന്റെ വെളിച്ചദൂതന്റെ വേഷം എന്നുള്ള ശൈലി. പഴയ നിയമകാലത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ കള്ളപ്രവാചകന്മാരുടെ വേഷത്തിൽ സാത്താൻ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മളവിടെ കാണാൻ സാധിക്കും. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1 രാജാക്കന്മാർ അതിന്റെ 22-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാർ 22-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അവരോട്, ഞാൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോവുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവർ, പുറപ്പെടുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ തന്റെ കൊട്ടാരത്തിൽ തന്നെ 400 കള്ളപ്രവാചകന്മാരായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളവിടെ വായിക്കുന്നത്.
നമ്മൾ തുടർന്ന് വായിക്കുന്ന സമയത്ത് അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിന് ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കുവാൻ തക്കവണ്ണം ഇനി ഇമ്മളയുടെ മകനായ മീഖായാവ് വന്നിരുത്തുണ്ട്. എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല, ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അവിടെ ഈ രാജാവിന് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ആഹാബ് രാജാവിന് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് യഹോവയുടെ പ്രവാചകനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. യഹോവയുടെ പ്രവാചകൻ, അല്ലെങ്കിൽ സത്യം സംസാരിക്കുന്ന പ്രവാചകനെ സാധാരണ ആരും ഇഷ്ടപ്പെടാനായിട്ട് സാധ്യതയില്ല. ഈ യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ പല ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർ ഇറക്കിയിട്ടുള്ള യൂട്യൂബിലെ ചില കാര്യങ്ങൾ, അത് ഏറ്റവും കൂടുതൽ അതിനെ അനുകരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കൂടുതൽ പേര് കാണുന്ന വീഡിയോകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും വിമർശനാത്മകമായിട്ടുള്ള വിമർശനങ്ങളായിരിക്കും, കേവലം വിമർശനങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥമായിട്ട് വചനം പഠിപ്പിക്കുന്ന വീഡിയോകളുടെ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും അതിൻ്റെ വ്യൂവേഴ്സ് ആണെങ്കിലും അത് അങ്കുലീ പരിമിതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നൂറുകളായിരിക്കും അതിൻ്റെ ഏറ്റവും കൂടിയ അതിൻ്റെ വ്യൂവേഴ്സ്. എന്നാൽ മറ്റൊരു വിമർശനമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇകഴ്ത്തിക്കാട്ടുന്ന ഏതെങ്കിലും വീഡിയോകളാണെന്നുണ്ടെങ്കിൽ അതിന് ധാരാളം പേര് കാഴ്ചക്കാരായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യം. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇത് കള്ളപ്രവാചകന്മാരെ വളരെയധികം ജനം സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. യഹോവയുടെ പ്രവാചകനെ, ഇമ്ലയുടെ മകനായ മീഖായാവിനെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നവരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സാത്താൻ്റെ ഈ പ്രവർത്തനം എന്നുള്ളത് നമ്മളും മനസ്സിലാക്കി ജീവിക്കേണ്ടത് ആവശ്യമാണ്. ആഹാബിന്റെ ജീവിതത്തിൽ കാര്യം നമ്മൾ ചിന്തിച്ചപ്പോൾ, ഇസ്രായേലിലെ അല്ലെങ്കിൽ ശമരിയിലെ രാജാക്കന്മാരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. യിരെമ്യാ പ്രവചനത്തിൽ വരുമ്പോൾ യെരുശലേമിലെ രാജാക്കന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ യെരുശലേമിലെ രീതികളെ കുറിച്ച് പറയുമ്പോൾ അത് അതിഭയങ്കരമാണ് എന്നുള്ള വിധത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. യിരെമ്യാ പ്രവചനം അതിൻ്റെ 23-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യെരുശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു. ആരും തന്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവൃത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവരെല്ലാവരും എനിക്ക് സോദോം പോലെയും അതിലെ നിവാസികൾ ഗോമർ പോലെയും ആകുന്നു. 15-ാം വാക്യത്തിൽ വരും, അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. യെരുശലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലായിടത്തും പരന്നിരിക്കുന്നത്. അവിടെ യെരുശലേമിലെ പ്രവാചകന്മാരും അതിൽ നിന്ന് ഒട്ടും വിഭിന്നരല്ല എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സാത്താൻ ഈ വിധത്തിൽ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമകാലത്തേക്ക് നോക്കുമ്പോൾ കള്ള പ്രവാചകന്മാര് എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ അടിമുടി ഈ പുതിയ നിയമത്തിലെ എല്ലാ കൽപ്പനകളും ലംഘിക്കുന്ന വിധത്തിൽ അവിടെ സാത്താൻ അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെളിച്ചദൂതന്റെ വേഷത്തിൽ തന്നെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ ഭാഗത്തു നിന്നും നിർത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവിന്റെ ആ മഹത്തായ നിയോഗത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ 3 വാക്യം, 18, 19, 20 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു അടുത്തിയെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും
ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇവിടെ ഒരു സങ്കീർണ വാക്യമാണത്. 19-ാം വാക്യത്തില് ആണ് ആ നിയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. ഇവിടെ പ്രധാന വെർബ് എന്ന് പറയുന്നത് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്നുള്ളതാണ്. ഈ വാക്യം മുതല് സാത്താൻ അത് കൂട്ടിക്കളയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്നാനം കഴിപ്പിക്കുക എന്നുള്ള ഒറ്റ പ്രവൃത്തി മാത്രമേ നമുക്കിന്ന് പല ഭാഗങ്ങളിലും കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രക്ഷ എന്നാൽ എന്ത് എന്ന് അറിയാത്ത സ്നാനപ്പെട്ട ധാരാളം പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ ശിഷ്യന്മാരാകാതെ സ്വന്തം ശിഷ്യന്മാരാക്കാനായിട്ട് പ്രവർത്തിക്കുന്ന കള്ളപ്രവാചകന്മാരെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കർത്താവ് അവിടെ ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. പുരുഷാരം അത് കേട്ട് ഭയപ്പെട്ടു. 10-ാം അധ്യായം നിങ്ങൾ പോകുമ്പോൾ 7-ഉം 8-ഉം നിങ്ങൾ വായിക്കാം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. നമുക്ക് സൗജന്യമായി ലഭിച്ച ഈ രക്ഷ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് സൗജന്യമായി തന്നെയാണ് എന്നുള്ളതാണ് ദൈവാത്മാവോടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനും ഈ കാര്യം അപ്പോസ്തല പ്രവൃത്തികളിലുമായി പറയുന്നുണ്ട്. 20-ാം അധ്യായം അതിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഞാൻ ആരുടെയും വെള്ളിയും പൊന്നും വസ്ത്രവും മോഹിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ താൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുവിശേഷന്മാർക്ക് കൂട്ടായ്മ കൊടുക്കരുതെന്നോ സുവിശേഷന്മാർ കൂട്ടായ്മ വാങ്ങിക്കരുതെന്നോ ഇതിൽ നിന്ന് അർത്ഥമാകുന്നില്ല. എന്നാൽ സുവിശേഷ പ്രവർത്തനം എന്നുള്ളത് ഇതിനു വേണ്ടിയല്ല, ഒരു വരുമാന മാർഗമായിട്ട് കൊണ്ടു നടക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വിധത്തിൽ പണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പല സംഘടനകളെക്കുറിച്ചും ഞാൻ കേൾക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതാ അവിടെ അപ്പോൾ അവിടെ വ്യക്തമായിട്ട് ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. 2 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവർ ദ്രവ്യാഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. നമ്മെ വാണിഭമാക്കുന്ന അല്ലെങ്കിൽ ഇതൊരു വാണിഭമാക്കി മാറ്റുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് ദൈവാത്മാവോടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ വിധത്തില് സാത്താൻ ദൈവിക പദ്ധതികളെ ഏത് വിധമെല്ലാം തകർക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ സാധിക്കുമോ ഈ വിധത്തിലെല്ലാം താൻ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള അല്ലെങ്കിൽ ദൈവജനത്തോട് കൂട്ടിച്ചേർക്കുന്നതിനോ അതിൽ നിന്നും എടുത്തു കളയുന്നതിനോ നാം മുഖാന്തരമായി തീരരുത് എന്നുള്ളത് ദൈവാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നീട് കാണുന്നത് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു കൂട്ടരെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം
അതിന്റെ 13-ാമത്തെ വാക്യം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെ വേഷം ധരിക്കുന്നതിനെതിരെ. അത് ആശ്ചര്യമല്ല. അതിനു മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന അപ്പോസ്തലന്മാർ എന്നുള്ള അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വെളിച്ചദൂതന്റെ വേഷം അതിലവിടെ ധരിക്കുന്നത്. മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി വെച്ചത് മാറിപ്പോയതെന്ന് തോന്നുന്നു. അതുമാത്രം മറ്റൊരു ഭാഗത്ത് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ള വാക്കുകൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഈ വിധത്തിൽ യേശുവിനെ നമുക്ക് വേണ്ടി കാൽവറിൽ മരിച്ച് നമ്മുടെ രക്ഷ ഒരുക്കിയ ആ യേശുവിനെ പ്രസംഗിക്കുന്നതിന് പകരം മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന ആ ഒരു വിഭാഗത്തെ സാത്താൻ ലോകത്ത് ഇറക്കിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പല വിധത്തിലുള്ള ഗോസ്പലുകളുണ്ട്. പ്രോസ്പെക്റ്റീവ് ഗോസ്പൽ തുടങ്ങിയിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഇതെല്ലാം ഈ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു വിഭാഗങ്ങളായിട്ട് അവിടെ ഈ ലോകത്ത് കാണാനായിട്ട് സാധിക്കും. യൂദായുടെ ലേഖനത്തിൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഇവിടെ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗം, ഈ വിഭാഗം ഇന്നും ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവർ വരുമ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മെ സമീപിക്കുന്നത്. ഈ വിധത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അല്ലെങ്കിൽ രക്ഷയുടെ സുവിശേഷം ശോഭിക്കാതിരിക്കുന്നതിന് വേണ്ടി സാത്താൻ എല്ലാവിധ പദ്ധതികളും ഈ ലോകത്ത് നടപ്പാക്കി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. സഭയ്ക്കകത്താണെങ്കിലും വിവിധ നിലകളിലുള്ള ദുരുപദേശങ്ങളിൽ കൂടെ സാത്താൻ നമ്മെ അടിമയാക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂതുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 7 സഭകൾ എന്നുള്ളത് 7 കാലഘട്ടങ്ങളെ കുറിക്കുന്നു എന്നുള്ളത് എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്നാണ് കാണാൻ സാധിക്കും. അതിൽ ഓരോ സഭകൾ കഴിയുമ്പോഴും കൂടുതൽ സഭകൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എഫെസോസ് സഭയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഒരു കുറ്റം മാത്രമേ അവർ പറയുന്നതായിട്ട് കാണുന്നുള്ളൂ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം. എന്നാൽ സ്മുർണ സഭയോട് വരുമ്പോൾ അവിടെ സ്മുർണ സഭയ്ക്ക് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങൾ അവിടെ പറയുന്നില്ല, കാരണം അത് പീഡന കാലഘട്ടത്തിലുള്ള സഭയായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെയും എഫെസോസ് സഭയോട് പറഞ്ഞ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള ആ കുറ്റം അവരിലും ശേഷിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ലവോദിക്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവരെക്കുറിച്ചും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള കുറ്റം അവിടെ ആരോപിക്കുന്നില്ല. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് കർത്താവിനെ തന്നെ പുറത്താക്കി വാതിൽ അടച്ചു കളയുന്ന ഒരു സഭയായിട്ട് നമുക്ക് ലവോദിക്യ സഭയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിച്ചത് പെർഗമോസ് സഭയെക്കുറിച്ചും തുയഥേര സഭയെക്കുറിച്ചുമാണ്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുക, മൂർച്ചയേറിയ ഇരുവായത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നതെന്നും
അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടമെന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എന്നിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവിടെ ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിങ്ങൾക്ക് അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഒരു കുറ്റമാണ് അവിടെ ആരോപിക്കുന്നതായിട്ട് കാണുന്നത്. എന്നാൽ തുടർന്ന് ത്വയഥേര കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നുകൂടി വ്യത്യാസം കാണുന്നുണ്ട്. അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ത്വയഥേര സഭയുടെ ദൂതനെ എഴുതുക, അഗ്നിജാലിക്കത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പണം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നതിനൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാൻ ഉണ്ട്. തുറഗമസഭയെ കുറിച്ച് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ആളെ ഉപദേശമാണ് അവിടെ കടന്നു വന്നതെങ്കിൽ, ത്വയഥേര സഭയുടെ ബന്ധത്തിൽ അവിടെ സ്വന്തം ഭാര്യയായിട്ട് നടക്കുന്ന ഇസബേലിനെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ അതാണ് നമ്മൾ കണ്ടത്. ആഹാബിന്റെ ഭാര്യയായിട്ട് വന്ന ഇസബേല്. ഈ വിധത്തിൽ സഭയ്ക്ക് അകത്തേക്ക് കയറി വന്ന ദുരുപദേശങ്ങളെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പുറത്തു നിന്നുള്ള ദുരുപദേശങ്ങളുടെ അതിന്റെ പ്രഭാവം മാത്രമേ പെർഗമ സഭയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ, ത്വയഥേര സഭയുടെ കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ ഈ ദുരുപദേശം സഭയ്ക്ക് അകത്തേക്ക് തന്നെ കടന്നു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിധത്തിൽ നമ്മെ ഏതു വിധേനയും തെറ്റിക്കാനായിട്ട് സാത്താൻ കണഞ്ഞ് പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പ്രവർത്തന ശൈലിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സാത്താൻ പ്രവർത്തിക്കുന്നത് തൻ്റെ അനുചരന്മാരിൽ താനും തൻ്റെ അനുചരന്മാരും കൂടിയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. തനിക്ക് നമ്മെ നേരിട്ട് ഒന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടു. അനുവാദമില്ലാതെ നമ്മിൽ അവന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. ഒന്നുകിൽ നാം അവന് വേണ്ടി അവൻ തുറന്നു കൊടുക്കണം, ഇല്ലെങ്കിൽ ദൈവം അനുവദിക്കണം. നമ്മെ തന്നെ തുറന്നു കൊടുക്കുന്ന ആ പ്രക്രിയയാണ് സാധാരണ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം തൻ്റെ മഹത്വത്തിനായി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മെ ഏൽപ്പിച്ചെന്നിരിക്കും. അത് അല്പകാലത്തേക്കായിരിക്കും. നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ചിലപ്പോൾ ഏൽപ്പിച്ചെന്നിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് അത് നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നതിന് കാരണമായി തീരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ നാം തെറ്റിപ്പോകുമ്പോൾ നമ്മുടെ യഥാസ്ഥാപനത്തിന് വേണ്ടിയും ദൈവം നമ്മെ സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. പിശാചിന് ഇടം കൊടുക്കാതെ, അവന് തലവെപ്പാൻ ഒരു ഇടം പോലും കിട്ടാത്ത വിധത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സാത്താൻ്റെ പ്രവർത്തന മാധ്യമം മനുഷ്യനാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ ഏതു വിധേനയും അവൻ്റെ പ്രവർത്തന മാധ്യമമാക്കി തീർക്കാനായിട്ട് അവൻ ശ്രമിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സാത്താൻ ഒരു ആയുധമായിട്ട് തീരാതെ ജീവിക്കാനായിട്ട് ഈ ലോകത്ത് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അപകടകരമായ ശൈലിയായ ആ വെളിച്ചദൂതന്റെ വേഷം, ആ വിധത്തിൽ അത് നമ്മെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമകാലത്തിൽ കള്ളപ്രവാചകന്മാരുടെ വേഷത്തിലാണ് ഉണ്ടായിരുന്നെങ്കിൽ, പുതിയ നിയമകാലത്ത് അവൻ ദുരുപദേഷ്ടാക്കളുടെ വേഷത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വചനം വേണ്ടുവണ്ണം ഗ്രഹിച്ചുകൊണ്ട് ദുരുപദേശങ്ങളെ വേണ്ടുവണ്ണം മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയായി തീരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ വിധത്തിൽ വിജയജീവിതം നയിക്കാനായിട്ട് ഈ ക്ലാസ്സുകൾ മൂലം നമുക്ക് ഇടയായി തീരണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുമൂലം ദൈവനാമം മഹത്വത്തോടെ മാറാകട്ടെ.